ഹലോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശരിക്കും തലച്ചോറിലെ ഫ്യൂസ് പോകുന്ന ഒരു സയൻസ് ഫിക്ഷൻ സ്റ്റോറിയെക്കുറിച്ചാണ്. ടൈം ട്രാവൽ, 17 വയസ്സുള്ള ഒരു പയ്യൻ, പിന്നെ വളരെ ഡേഞ്ചറസ് ആയ ഒരു വാച്ച്. ഇതാണ് സംഭവം. വളരെ ത്രില്ലിംഗ് ആയൊരു യാത്രയായിരിക്കും അത്. ഈ വാച്ച് സമയം മാത്രമല്ല മാറ്റുന്നത്, ജീവിതവും മാറ്റും. ഒരു പഴയ വാച്ച് ഷോപ്പിലെ ഉടമസ്ഥൻ കൊടുക്കുന്ന വല്ലാത്തൊരു വാണിംഗാണിത്. അപ്പോൾ എന്താണ് ശരിക്കും ആ വാച്ചിന്റെ രഹസ്യം? നമുക്കൊന്ന് നോക്കാം. ദിസ് സെറ്റപ്പ് 2026. കഥ തുടങ്ങുന്നത് ഈ 2026-ലാണ്. നമ്മുടെ മെയിൻ ക്യാരക്ടർ ആദിത്യൻ വെറും 17 വയസ്സുള്ള ഒരു സാധാരണ പയ്യൻ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ പോകുമ്പോഴാണ് അവനൊരു പഴയ വാച്ച് ഷോപ്പിൽ കയറുന്നതും അവിടെ നിന്ന് വളരെ നിഗൂഢമായൊരു വാച്ച് കണ്ടുപിടിക്കുന്നതും. ചുമ്മാ ഒരു കൗതുകത്തിന്റെ പുറത്ത് അവൻ ആ വാച്ച് എടുത്തു നോട്ടാണ്. അവിടെ നിന്ന് കാര്യങ്ങൾ മൊത്തത്തിൽ മാറുകയാണ്. ഇനിയാണ് ആ ട്വിസ്റ്റ്. 2026 ആ രാത്രി കൃത്യം 12 മണിക്ക് ആദിത്യൻ ആ വാച്ച് കയ്യിൽ കിട്ടുന്നു. ബൂം! പെട്ടെന്ന് റൂം മുഴുവൻ ഭയങ്കരമായൊരു പ്രകാശം. പിന്നെ സംഭവിക്കുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ്. വെറും ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ അവൻ 9 വർഷങ്ങൾ മുന്നോട്ട്, അതായത് 2035-ലേക്ക് ടൈം ജമ്പ് ചെയ്തിരിക്കുകയാണ്. വേക്കിംഗ് അപ്പ് ഇൻ 2035. ആ വലിയ പ്രകാശത്തിന് ശേഷം ആദിത്യൻ കണ്ണു തുറക്കുന്നത് 2035-ലെ തീർത്തും അപരിചിതമായ ഒരു ലോകത്താണ്. ഒരു നിമിഷം മുൻപ് വരെ അവൻ കണ്ടിരുന്നത് പഴയ കടകളും സാധാരണ ജീവിതവുമൊക്കെയുള്ള 2026 ഇപ്പോൾ അതല്ല അവസ്ഥ. പറക്കുന്ന കാറുകൾ, AI പോലീസുകാർ, തീർത്തും വിജനമായ തണുത്തുറഞ്ഞ നിരത്തുകൾ, മൊത്തത്തിലൊരു ഹൈടെക് ഡിസ്റ്റോപ്പിയൻ ലോകം. പക്ഷേ ഇവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം എന്താണെന്നോ? ഈ 2035-ലെ ആളുകളൊക്കെ എന്തിനാണ് 17 വയസ്സുള്ള ഈ പയ്യനെ കണ്ടിങ്ങനെ പേടിച്ചു വിറയ്ക്കുന്നത്? അവനെ കാണുമ്പോൾ തന്നെ അവരുടെ മുഖത്ത് വല്ലാത്തൊരു ഭയമാണ്. എന്തുകൊണ്ടായിരിക്കും അത്? അപ്പോഴാണ് വലിയ ഫ്ലാഷ് ന്യൂസ് വരുന്നത്. വേൾഡ്സ് മോസ്റ്റ് വാണ്ടഡ് ഹാക്കർ ആദിത്യൻ. എന്തൊരു ട്വിസ്റ്റാണല്ലേ! 2026-ലെ ഒരു സാധാരണ സ്കൂൾ കുട്ടി 2035-ലെ ലോകം മുഴുവൻ പേടിക്കുന്ന ഏറ്റവും വലിയ സൈബർ ക്രിമിനലാകുന്നത് എങ്ങനെയാണ്? ഞാനിതൊന്നും ചെയ്തിട്ടില്ല. ആ വാർത്ത കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ആദിത്യന്റെ വാക്കുകളാണിത്. കാരണം അവനുറപ്പാണ് അവൻ ഇന്നുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവനൊരു ക്രിമിനലായത്? ശരിക്കും എന്താണിവിടെ സംഭവിച്ചത്? ദ അൾട്ടിമേറ്റ് പാരഡോക്സ്. ഈ ടൈം ജമ്പിലെ ഏറ്റവും ഷോക്കിംഗ് ആയ കാര്യം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ആദിത്യന്റെ അടുത്തേക്ക് ഒരു വൃദ്ധൻ നടന്നു വരികയാണ്, വളരെ സീരിയസ് ആയിട്ട്. ആ ആട് മറ്റാരുമല്ല, സാക്ഷാൽ ആദിത്യൻ തന്നെയാണ്. അതെ, അവന്റെ 2035-ലെ മുതിർന്ന രൂപം. തന്റെ തന്നെ ഫ്യൂച്ചർ വേർഷനെ നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ആ മുതിർന്ന ആദിത്യൻ അവനൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. നീ ഇന്നെടുക്കുന്ന ഒരു തീരുമാനം ഭാവിയെ മുഴുവൻ നശിപ്പിക്കും. വളരെ പവർഫുള്ളായൊരു വാണിംഗാണിത്. നമ്മളെടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ പോലും ഫ്യൂച്ചറിനെ എങ്ങനെ ബാധിക്കും എന്നതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഈ വാക്കുകൾ ആദിത്യനിലുണ്ടാക്കുന്ന പ്രഷർ ചില്ലറയല്ല. ദ ഫ്യൂച്ചർ ഈസ് സിങ്ക്ഡ്. ആ ടെൻഷനിൽ നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അവന്റെ കയ്യിലുള്ള ആ വിചിത്രമായ വാച്ചങ്ങ് പൊട്ടിപ്പോകുന്നു. ചുറ്റുമുള്ളതെല്ലാം കൂരിരുട്ടാകുന്നു. പിന്നെ കണ്ണു തുറക്കുമ്പോൾ സമയം രാവിലെ. അവൻ തിരിച്ച് 2026-ൽ തന്നെ എത്തിയിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, ഹാവോ, ഇതെല്ലാം വെറുമൊരു ദുസ്വപ്നമായിരുന്നല്ലോ എന്ന്. പക്ഷേ അവിടെയാണ് കാര്യം. ഇതൊരു സ്വപ്നമായിരുന്നില്ല. പെട്ടെന്ന് അവന്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ്. വെൽക്കം ബാക്ക് ആദിത്യൻ, 2035 ഡേറ്റാബേസ് സിങ്ക്ഡ്. അതായത് അവൻ കണ്ട ആ ഭയാനകമായ ഭാവിയും അവന്റെ ഇപ്പോഴത്തെ ജീവിതവും തമ്മിൽ ഇതിനോടകം കണക്റ്റായി കഴിഞ്ഞിരിക്കുന്നു. ആ ഫ്യൂച്ചർ ശരിക്കും റിയൽ ആയിരുന്നു. അപ്പോ ഭാവിയെ നശിപ്പിക്കാൻ പോകുന്ന ആ തീരുമാനം എന്തായിരിക്കും? ആദിത്യൻ അവൻ തന്നെ ഭയപ്പെടുന്ന ആ ഹാക്കറായി മാറിക്കഴിഞ്ഞോ? നിങ്ങളുടെ തല പുകയ്ക്കുന്ന ഈയൊരു ചോദ്യം ബാക്കിയാക്കിക്കൊണ്ട് നമുക്കിന്നത്തെ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കാം. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? എന്തായാലും മറ്റൊരു കിടിലൻ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.